ഓ മേഡം വന്നു. ഇതെന്താ മോളെ നീ കാണിക്കുന്നേ? അച്ഛാ, ഇതേ ഈ വിറകടുപ്പിൽ പാചകം ചെയ്യുന്ന ആഹാരത്തിന് രുചി കൂടുന്നല്ലേ അച്ഛൻ തന്നെയല്ലേ അങ്ങനെ പറയാറ്? നമ്മൾ ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. എന്നാലും മോൾ ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാ നീങ്ങ മാറിക്കേ, അച്ഛൻ ചെയ്തു തരാം. അച്ഛനോ? ഈ വയ്യാതിരിക്കുന്ന ആളോ? അതൊന്നും വേണ്ട. ഒരു കാര്യം ഞാൻ പറയാം, എന്തെങ്കിലും ഒരു കാര്യത്തിന് തുനിഞ്ഞിറങ്ങിയെന്ന് പറഞ്ഞിട്ട് ശരീരവും മനസ്സും നോക്കാതെയുള്ള ഒരു അഭ്യാസവും വേണ്ട. ഇതൊക്കെ എടുത്തൊരു ഭാഗത്ത് വെച്ചിട്ട് വരാൻ നോക്കേ. എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛാ, ഞാൻ നല്ല സന്തോഷത്തോടെയല്ലേ ചെയ്യുന്നേ. ഈ മുഖത്തെ സന്തോഷ അത് അച്ഛനമ്മയും കാണിക്കാനുള്ളതാണെന്ന് അറിയുകയും ചെയ്യാം. ഉള്ളിൽ എന്താ നടക്കുന്നതെന്നൊക്കെ ഒരച്ഛനായി എനിക്ക് ഊഹിക്കാൻ പറ്റും. അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? അച്ഛാ, ഇതൊന്നും ഞാൻ ചെയ്യാത്ത കാര്യമാണോ? പിന്നെ കുറച്ചുനാള് കണിമംഗലത്ത് പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ശീലിച്ചു എന്നല്ലാതെ ഒരാവശ്യം വന്നാ ഇതൊക്കെ വീണ്ടും എടുക്കാതിരിക്കാൻ പറ്റോ? ഇപ്പൊ എന്റെ വരുണിന്റെ ജീവിതത്തില് ഇതിനൊക്കെ വലിയ സ്ഥാന. മോളെ ഇത് അച്ഛാ, എന്നെ വരുണ്ടൊപ്പം പറഞ്ഞയക്കുന്നതിന്റെ തലേ ദിവസം അച്ഛൻ എന്നോട് എന്തൊക്കെയാ പറഞ്ഞേ? ഏത് പ്രതിസന്ധിയിലും ഭർത്താവിന്റെ കൂടെ ഉണ്ടാവണം, അയാള് തളർന്നു പോയാ അയാളുടെ മുന്നിൽ നിന്ന് നയിക്കണം, അതിനുവേണ്ടി എത്ര കഷ്ടപ്പെടാനും പോകണം, അങ്ങനെയല്ലേ? അതല്ലേ ഞാനീ ചെയ്തുകൊണ്ടിരിക്കുന്നേ. പിന്നെ അച്ഛൻ തന്നെ അതിൽ വിഷമം പറഞ്ഞാലോ? കേട്ടില്ലേ, ഇത് തന്നെയാ എന്നോടും പറഞ്ഞത്. അപ്പൊ പിന്നെ നമ്മൾ എന്താ മറുപടി പറയാ? അച്ഛൻ പറഞ്ഞതൊക്കെ ശരി തന്നെയാ, പക്ഷെ ഈ കാഴ്ചയൊന്നും അച്ഛനെ കൊണ്ട് കാണാൻ പറ്റുന്നില്ല മോളെ. അച്ഛാ, തുടങ്ങിയോ? അച്ഛാ, അച്ഛൻ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തരുന്നുണ്ടല്ലോ, പിന്നെന്താ ഈ വിഷമിക്കുന്നേ? ഒന്നുമില്ല, വരുണിനെ നീ വിവാഹം കഴിച്ചപ്പോഴും ശ്യാമൻ നിന്നെ തിരക്കെത്തിയപ്പോഴും എന്റെ മോൾക്ക് ഇനിയൊരു പരാതി ഉണ്ടാവില്ല, ഒരു കുറവും ഉണ്ടാവില്ല, അവളുടെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു. എന്നിട്ടോ? നമ്മളിപ്പോ ഇങ്ങനെ പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ആകെയുള്ള പ്രയോജനം മനസ്സ് വിഷമിച്ച് എവിടെയെങ്കിലും ചെന്നിരിക്കാന്നുള്ളതാ. അമ്മയുടെ കാര്യം നോക്കണ്ടേ? വരുണൊരു ജോലി കിട്ടട്ടെ അച്ഛാ. പതുക്കെ പതുക്കെ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് തിരിച്ചു പിടിച്ച് തുടങ്ങട്ടെ. അച്ഛൻ നോക്കിക്കോ, അച്ഛൻ ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ തിരിച്ചെത്തും. അതിനുവേണ്ടി എത്ര വേണമെങ്കിലും രാവും പകലും കഷ്ടപ്പെടാൻ ഞാൻ തയ്യാറാ. അതൊക്കെ വിട്ടെ, നമുക്ക് ഈ പാചക പരിപാടി ഒരു സംഭവമാക്കി മാറ്റണം. അതിനുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ടെങ്കിൽ പറഞ്ഞോ. അമ്മേ ഞാൻ വിടില്ല, അമ്മയ്ക്ക് ഇഷ്ടം പോലെ ജോലിയുണ്ട്. അച്ഛനാണ് ഇതിന്റെ മാനേജർ, കേട്ടല്ലോ? ഏറ്റെടുത്തില്ലേ? ഏറ്റെടുത്തു. നിന്റെ എല്ലാ വേദനകളും ഏറ്റെടുക്കാൻ ദൈവം പറഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു മോളെ. അമ്മേ, അച്ഛനെ കൊണ്ട് അമ്മ പോയിക്കോ. ഇവിടെ നിന്ന് ഞാൻ കോടാലി എടുക്കുന്ന കാണുമ്പോഴേ അച്ഛന് ടെൻഷനാവും. ചെല്ലച്ചാ. മിസ്റ്റർ വരുൺ, one final question. ഷുവർ സർ. ആക്ച്വലി പറയാറുള്ള കാര്യമാണ്. ഒരു പിടി പച്ച മണ്ണ് വാരി തന്നിട്ട് അത് സ്വർണ്ണമാണെന്ന് പറഞ്ഞ് വിൽക്കാൻ പറഞ്ഞാൽ ഹൗ വിൽ യു റിയാക്ട്? ഞാനത് ഏറ്റെടുക്കില്ല സർ. ഒരു ഒബ്ജക്റ്റ് കാണിച്ച് മറ്റൊന്നാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത് എത്ര ഉന്നതമായ ബിസിനസ് ആയാലും അത് ചീറ്റിങ്ങാ. മറിച്ച് ഒരു പിടി പച്ചമണ്ണ് വാരി കയ്യിൽ വെച്ചിട്ട് അതിന് സാധാരണ മണ്ണിന്റെ 10 ഇരട്ടി വിലയ്ക്ക് വിൽക്കേണ്ടി വന്നാൽ ഐ വിൽ ട്രൈ ഫോർ ദാറ്റ്. ഓഹോ, ഐ സീ.
കാരണം നമ്മൾ വിലയെ ചോദിക്കുന്നുള്ളൂ. അവർക്ക് കൊടുക്കുന്നത് അവരാഗ്രഹിക്കുന്ന സാധനം തന്നെയാണ്. വെരി ഗുഡ്. മിസ്റ്റർ വരുൺ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, മറുപടി പറയുന്നതിലുള്ള വ്യക്തത, യു ജസ്റ്റ് ഇംപ്രസ്ഡ് us. ഓ, താങ്ക് യു വെരി മച്ച് സർ. ഓക്കെ, ദെൻ നമുക്കിനി സാലറി പാക്കേജ് സംസാരിക്കാം. ഞങ്ങളുടെ മാനേജിംഗ് പാർട്ട്ണർ ഇപ്പോൾ വരും. ഓക്കെ. ഓ, മേഡം വന്നു. എന്താ ഇന്റർവ്യൂവിന്റെ റിസൾട്ട്? മേഡം, ഇദ്ദേഹം ഹൈലി ക്വാളിഫൈഡ് ആണ്, എക്സ്പീരിയൻസ്ഡ് ആണ്. ഞങ്ങൾ ഏകദേശം ഫിക്സ് ചെയ്തു. മാഡത്തിന്റെ തീരുമാനം കൂടി അറിഞ്ഞിട്ട്. നിങ്ങൾ എന്തൊക്കെ നോക്കിയ ഒരാളെ ഫിക്സ് ചെയ്യുന്നത്? കമ്പനിയിൽ ഉന്നതമായ ഒരു പൊസിഷനിലിരിക്കുന്ന ഒരാൾ സംസാരത്തിൽ മാത്രം എഫിഷ്യന്റ് ആയ പോരല്ലോ, പ്രവൃത്തിയിലും അങ്ങനെ ആയിരിക്കണം. ഈ ഇരിക്കുന്ന ആൾ റിയലി ആരാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഹി വാസ് ദ ഫോമർ MD ഓഫ് കാണിമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. റിയലി? ഒരു ഇന്റർവ്യൂവിൽ എക്സ്പീരിയൻസ് പറഞ്ഞപ്പോ കൂട്ടത്തിൽ അത് പറഞ്ഞില്ലല്ലേ? എങ്കിൽ മനസ്സിലാക്കിക്കോളൂ, കണിമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പതനം ഇയാളുടെ പിടിപ്പുകേട് കൊണ്ട് മാത്രമായിരുന്നു. കണിമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മുതൽ സ്വന്തം തറവാട് വരെ വിറ്റുമുടിച്ച മഹാൻ. അങ്ങനെ ഒരാളാണോ ഈ പോസ്റ്റിലേക്ക് വരേണ്ടത്? എക്സ്ക്യൂസ് മീ, അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ ഇന്റർവ്യൂവിന് വരില്ലായിരുന്നു. ഓ, സ്റ്റിൽ അഭിമാനബോധത്തിന് കുറവൊന്നുമില്ല മിസ്റ്റർ. തോറ്റു വന്നവന് വന്ന് കയറാനുള്ള സ്ഥലമല്ലിത്. അന്തസ്സായി പണിയെടുക്കുന്നവനെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് നയിക്കുന്ന കമ്പനിയാണിത്. തന്നെ പോലൊരു ലൂസറിനെ ഇവിടെ ആവശ്യമില്ല. യു ക്യാൻ ഗോ. ഓക്കെ, താങ്ക് യു മാഡം. താങ്ക് യു സർ. എക്സ്ക്യൂസ് മീ, സാറ് സർവ്വവ്യാപിയാണ്. എവിടെ വേണമെങ്കിലും കാണാം. പ്രത്യേകിച്ച് നീയും നിന്റെ സഹോദരനും അച്ഛനും നടക്കുന്ന വഴികളിൽ സാറ് തീർച്ചയായും ഉണ്ടാവും.